വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഗവൺമെന്റ് ആശുപത്രി ഉപരോധിച്ചു. കോടിക്കണക്കിന് രൂപ ചിലവിട്ട കെട്ടിടങ്ങൾ പണിതുയർത്തിയിട്ടും രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകാതെ രോഗികളെ CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുന്ന നിലപാടാണ് ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് എന്നാരോപിച്ചാണ് ഉപരോധം സംഘടിപ്പിച്ചത്. പുതിയ കെട്ടിടം നിർമ്മിച്ച് നിരന്തരമായ സമരങ്ങൾക്ക് ശേഷം മാത്രമാണ് പുതിയ കെട്ടിടത്തിൽ ചികിത്സ ആരംഭിച്ചത്. ആശുപത്രിയിൽ അടിയന്തരമായി രാത്രി ചികിത്സയ്ക്ക് സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് സൗകര്യം പുനരാരംഭിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം KPCC മെമ്പർ പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പഞ്ചായത്തിലെ ഒരാശുപത്രിയാണ് വടക്കഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ പറയത്തക്ക അത്യാവശ്യം വേണ്ട ഡോക്ടറില്ല, നേഴ്സില്ല, എന്തിനു പറയുന്ന ഒരു ആംബുലൻസ് സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വെറുതെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും MLA ഫണ്ട്, MP ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഫണ്ടുകൾ വെച്ച് കെട്ടിയ കെട്ടിടങ്ങൾ പൊളിക്കുക, വീണ്ടും കെട്ടിടങ്ങൾ പണിയുക, അത്തരത്തിൽ ജനങ്ങളെയും ഇവിടുത്തെ നികുതി പണത്തെയും കൊടുക്കുന്നവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവിടുത്തെ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആശാ വർക്കർമാർ ഏതാനും ദിവസങ്ങളും മാസങ്ങളായോളം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു. പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരത്തിന് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രി പോയത് ക്യൂബയിലെ സൽക്കാരത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ്, ആരോടാണ് അവർ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരെ ജനങ്ങൾ തിരിച്ചറിയേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ദിലീപ് അധ്യക്ഷനായി. ബാബു മാധവൻ, ശ്രീനാഥ് വെട്ടത്ത, രാധാകൃഷ്ണൻ, രാജു വിഭി, കൃഷ്ണദാസ്, ഡെന്റിസ് സുരേഷ്, അഖിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തിന് MN സോമൻ സ്വാഗതവും C. മുത്തു നന്ദിയും പറഞ്ഞു.